നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 31 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. അനാവശ്യമായ സൗഹൃദങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും ഇന്ന് പരമാവധി അകന്നു നിൽക്കുന്നത് ഉചിതമായിരിക്കും. അല്ലാത്ത പക്ഷം ധനനഷ്ടത്തിനും സമൂഹത്തിൽ അനാവശ്യമായ ദുഷ്കീർത്തിക്കും സാധ്യത കാണുന്നു. മാനസികമായ ചില അസ്വസ്ഥതകളും ആരോഗ്യപരമായ വെല്ലുവിളികളും അരട്ടാൻ ഇടയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മനസ്സന്തോഷവും ഉണർവും നിറഞ്ഞ മികച്ചൊരു ദിവസമാണിത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ വലിയ ലാഭം കൈവരും. സമൂഹത്തിൽ വലിയ രീതിയിൽ കീർത്തി വർദ്ധിക്കും. പുതിയ ആഭരണങ്ങളോ വിലപ്പെട്ട വസ്തുക്കളോ സ്വന്തമാക്കാൻ നല്ല അവസരം ലഭിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ദീർഘനാളായി നീണ്ടുപോയ കോടതി വ്യവഹാരങ്ങളിലും നിയമപരമായ പ്രശ്നങ്ങളിലും അനുകൂലമായ വിധി ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. നല്ല പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കും. സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തുന്ന മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്താം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ച വേഗതയിൽ നടക്കാതെ അല്പം മന്ദഗതിയിൽ നീങ്ങാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഇടയുള്ളതിനാൽ അന്യരുമായുള്ള തർക്കങ്ങൾ അപമാനത്തിന് കാരണമായേക്കാം എന്നതിനാലും ജാഗ്രത വേണം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണിത്. പങ്കാളിയുമായോ മക്കളുമായോ അടുത്ത ബന്ധുക്കളുമായോ ഉള്ള വാക്കുതർക്കങ്ങൾ മനസ്സമാധാനം കെടുത്താൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ പൂർണ്ണമായ മിതത്വം പാലിക്കുക. ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഇന്ന് ഭാഗ്യം പൂർണ്ണമായും കൂടെയുള്ള ദിവസമാണിത്. ശത്രുക്കളുടെ തടസ്സങ്ങളെ വളരെ എളുപ്പത്തിൽ അതിജീവിക്കാൻ സാധിക്കും. സമൂഹത്തിൽ കീർത്തിയും വലിയ അംഗീകാരവും വർദ്ധിക്കും. സാമ്പത്തികമായി മികച്ച ഉയർച്ച ഉണ്ടാകും. വിശിഷ്ട വ്യക്തികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ പങ്കാളിയുമായും സന്താനങ്ങളുമായും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനനഷ്ടങ്ങൾക്കോ അപ്രതീക്ഷിത അപമാനങ്ങൾക്കോ ഇടവരുത്താതെ സൂക്ഷിക്കുക. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിളനഷ്ടം പോലുള്ള ചെറിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ദിവസം തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളിലും വലിയ വിജയവും പുരോഗതിയും നേടാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും. കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും ഇടയിൽ വലിയ രീതിയിൽ അംഗീകാരം വർദ്ധിക്കും. സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബാംഗങ്ങളുമായും അയൽവാസികളുമായും സംസാരിക്കുമ്പോൾ വാക്കുകൾ അതീവ സൂക്ഷ്മയോടെ പരിശോധിക്കുക. അനാവശ്യമായ വാഗ്വാദങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില ശത്രുദോഷങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. വ്യക്തിപരമായ അപമാനങ്ങൾക്കോ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കോ ഇടയുള്ളതിനാൽ കരുതൽ വേണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വർഷങ്ങളായി അലട്ടിയിരുന്ന വിട്ടുമാറാത്ത രോഗാവസ്ഥകളിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും കൈവരും. വലിയ സാമ്പത്തിക നേട്ടങ്ങൾ, നല്ല സൗഹൃദങ്ങൾ, പുതിയ അലങ്കാര വസ്തുക്കൾ എന്നിവ ഭവനത്തിൽ വന്നു ചേരും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു മംഗളകർമ്മമോ ശുഭ ചടങ്ങോ നടക്കാൻ വലിയ സാധ്യതയുണ്ട്. വളരെ നാളായി കാത്തിരുന്ന ഉചിതമായ നല്ല ജോലി തേടിയെത്തും. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന പഴയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി നല്ല ഐക്യത്തിലാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ചില കാര്യങ്ങളിൽ ചെറിയ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാൻ ഇടയുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗതാഗത നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുക. അല്ലാത്തപക്ഷം വലിയ പിഴ അടക്കേണ്ടി വന്നേക്കാം. ജലമാർഗവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് പ്രത്യേക ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.